ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നലെ മുടിയൊക്കെ വെട്ടി എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാൻ മച്ചാമാരെ. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ ഓൾറെഡി എന്താ വെച്ചാൽ ഡെയിലി ലൈവ് ഉണ്ട് മച്ചാമാരെ. നമ്മൾ 8 മണിക്കാണ് ലൈവ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക, 1 vs 1 ആണോ, കോ മാച്ച് ആണോ, റാങ്ക് പുഷ് ആണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ എന്തായാലും നമ്മൾ അതായിരിക്കും ലൈവിൽ ചെയ്യുന്നത്. അതേപോലെ മച്ചാമാരെ എന്തായാലും നമുക്ക് നമ്മുടെ കുറേ പേര് ചോദിച്ച കുറച്ച് എന്താ പറയുക, അതായത് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനത് കാണിക്കാം. 4 കാര്യങ്ങളാണ് കുറേ പേര് ചോദിച്ചത്. GP വെച്ചിട്ട് എന്തെങ്കിലും നമുക്ക് ഗുണങ്ങളുണ്ടോ, അതുപോലെ തന്നെ അപ്ഡേറ്റ് കഴിയുമ്പോൾ നമ്മുടെ കോയിൻ പോകുമോ, അതുപോലെ തന്നെ കോയിൻ എന്താ പറയുക നിലവിലിപ്പോൾ എത്രയാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം വെച്ചാൽ നമുക്ക് സേവ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ കൈസ് ഒരു 1.5 മാസം കൊണ്ടാണ് ഏകദേശം 2400 കോയിൻ സെറ്റ് ചെയ്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാലും ഞാനും കൂടി അതിന് ചെയ്ത് തുടങ്ങി. അതേപോലെ തന്നെ കൈസ് ഇനി നമ്മുടെ നെയ്മർ പാക്കും മെസ്സി പാക്കും എടുക്കണം. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ നാളെ വരാൻ പോണ മെയിൻലി നമ്മുടെ സ്റ്റേഡിയം അപ്ഡേറ്റും കാര്യങ്ങളും, പിന്നെ റൊണാൾഡോയുടെ കാർഡിനെ പറ്റി. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഓൾറെഡി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ കുറേ പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിലിട്ട് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ കോയിൻ ഗീവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും മച്ചാമാരെ ഓൾറെഡി ഞാൻ പ്ലെയർ എക്സ്ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ കയ്യിലുള്ള എപ്പിക് കാർഡുകളായാലും എന്താ പറയുക റിവാൾഡോയുടെ കാർഡും ഇബ്രാഹിമോവിച്ചിൻ്റെ കാർഡും പോർട്ട്വേ കാർഡും ചെൽസി കാർഡും എല്ലാം ഞാൻ ഓൾറെഡി ഗീവ് വെക്കുന്നുണ്ട്. കാരണം ഓൾറെഡി എന്താ വെച്ചാൽ എൻ്റെ അക്കൗണ്ട് അത്യാവശ്യം നല്ല കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതായത് എല്ലാവർക്കും കിട്ടുന്ന തരത്തിൽ എന്തായാലും ഞാൻ വെക്കും മച്ചാമാരെ. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ പറയാൻ പോണെന്ന് വെച്ചാൽ മച്ചാമാരെ നാളെ നമുക്ക് കുറച്ച് പ്രഡിക്ഷനും കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ വിനിയൊക്കെ ഉണ്ട്, പിന്നെ അതുപോലെ ഡൊണാരുമയുണ്ട്, ഫെർണാണ്ടസ് ഉണ്ട്, സാവിൻഹോ ഉണ്ട്. അപ്പോൾ മച്ചാമാരെ നിങ്ങൾ ഇതിൽ ഈ ഒരു ചാർട്ടിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാർഡ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നാളെയാണ് ഡേറ്റ് കാണിക്കുന്നത്. പോർട്ട്വേ പ്രഡിക്ഷൻ ആണ് മച്ചാമാരെ. അതുപോലെ തന്നെ ഗൈസ് നിങ്ങൾക്കറിയാം നമ്മുടെ ബിഗ് ടൈം ആയിട്ടുള്ള ആനിവേഴ്സറി കാർഡിൽ എല്ലാവരുടെയും പ്രതീക്ഷ വേറെ ഒന്നുമല്ല മച്ചാമാരെ, ഇത്രയും നല്ല ലെജൻഡ് കാർഡുകൾ ഓൾറെഡി ഈ ഒരു ഗ്രൂപ്പ് പറയുന്ന കാർഡുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ എന്തായാലും ഇന്ന് 2 കാർഡും കൂടെ അനൗൺസ് ചെയ്യും. അത് കഴിഞ്ഞ് മിക്കവാറും ചിലപ്പോൾ വല്ല ശനിയോ ഞായറൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ് 3-4 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇവർ കൊണ്ടുവരുന്നത്. അപ്പം നമുക്ക് നോക്കി നോക്കാം മച്ചാമാരെ ഏത് കാർഡായിരിക്കും വരിക. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ള ഒന്നുള്ളൂ മച്ചാമാരെ, നമ്മൾ ഇത്രയും യൂസേഴ്സ് ഈ ഒരു കാർഡിൽ അത്രയോളം പ്രതീക്ഷിക്കുന്നത്. കാരണം 20 ട്രൈ ഫ്രീ ട്രൈ ഉണ്ട്. ഇപ്പം 20 ട്രൈ ഫ്രീ ട്രൈയിൽ ചിലപ്പം എന്താ പറയുക കിട്ടാത്തവരുണ്ട്. കാരണം എൻ്റെ ചില എനിക്ക് മെയിൻ അക്കൗണ്ടിൽ ഇങ്ങനെ കിട്ടിയിട്ടില്ല, പക്ഷേ എൻ്റെ 2-ലും 3-ലും കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കിട്ടാൻ ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. അപ്പം എനിക്ക് പറയാനുള്ള ഒന്നുള്ളൂ മച്ചാമാരെ, ഒരു സെലക്ഷൻ കോൺട്രാക്ട് എന്തായാലും നമ്മുടെ കൊനാമി വെക്കണം. കാരണം ഇത്രയും യൂസേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരെണ്ണെങ്കിലും ഇഷ്ടത്തോടെ എടുക്കാനുള്ള ഒരു ചോയ്സ് അവർ നമുക്ക് തരേണ്ടതാണ്. പിന്നെ മച്ചാമാരെ ഓൾറെഡി ഞാൻ പറയുന്ന മച്ചാമാരെ ഓൾറെഡി ഇതിൽ വന്നതാണ് നമ്മുടെ യമാല് ഒരു ബിഗ് ടൈം കാർഡ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിക്ടറിൻ്റെയും പിന്നെ നമ്മുടെ ഒമറിൻ്റെ ഒരു കാർഡ് ചിലപ്പോൾ നാളെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നാളെ നിലവിൽ പാക്കുകൾ പോവുകയാണ്. ഷോർട്ട് ടൈം ആയാലും അതായത് ബിഗ് ടൈം കാർഡുകളെല്ലാം വൈപ്പ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്, അത് പോവുകയാണ്. അപ്പം അതുപോലെ തന്നെ ഇറ്റാലിയൻ ലീഗിൻ്റെ ലൂക്കാക്കുവിൻ്റെ ഒക്കെ ഒരു പ്രഡിക്ഷൻ ആണ് ഇവർ പറയുന്നത്. അതുപോലെ മച്ചാമാരെ ഓൾറെഡി ഇനിയും നമുക്ക് 5 ദിവസമുണ്ട്. നമുക്ക് 100 രൂപ ക്യാമ്പയിൻ, പുതിയ ക്യാമ്പയിൻ വന്നായിരുന്നല്ലോ, ആ ഒരു ക്യാമ്പയിനിൽ എത്താൻ മിക്കവാറും മൈനർ അപ്ഡേറ്റ് അന്ന് മാത്രം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ എല്ലാവരും ലോഗിൻ ചെയ്യുക ഗൈസ്. കാരണം നമ്മൾ ഇന്നലെ ഓൾറെഡി ഒരു വീഡിയോയിൽ ഇട്ടായിരുന്നു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട്. അത് ഗൈസ് ഞാനിപ്പോൾ ഒരു 8 മാസത്തോളമായി ഞാൻ എൻ്റെ 3 അക്കൗണ്ട് ഒരേ ടൈമിലാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം നിങ്ങളും അതേപോലെ ചെയ്യുക. കാരണം നമുക്ക് എന്തായാലും കോയിൻ വേണ്ടതാണ് ഗൈസ്, കോയിൻ എന്തായാലും നമുക്ക് വേണ്ടതാണ്. അപ്പം ഞാൻ ഓൾറെഡി F2P പ്ലെയർ ആണ്. ഞാൻ ഒറ്റ ഫണ്ട് പോലും നമ്മുടെ കൊനാമിക്ക് വേണ്ടി ഇട്ടിട്ടില്ല. കോയിൻ ക്യൂ ഒക്കെ നടത്തി പൈസ തന്നല്ലാണ്ട് ഇതിലേക്ക് ഇട്ടിട്ടില്ല നിലവിൽ. അപ്പോൾ എന്തായാലും നല്ല കാർഡുകളൊക്കെ വരാൻ പോകുന്ന ടൈമും കൂടിയാണ് വെച്ചവർ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ജെ ലീഗ് നാളെ പോവാണ് ഷോർട്ട് ടൈം. അതേപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ടൈം ആയിട്ടുള്ള ബ്രസീലിലേക്ക് പോവാണ്. അപ്പോൾ ഇതിനൊക്കെ പകരമായിട്ടുള്ള കാർഡുകൾ നാളെ ഉറപ്പായിട്ടും വരും. പിന്നെ പോർവേ പോവാണ്, പോർവേ ഓൾറെഡി ഞാൻ പറഞ്ഞു. അതേപോലെ മച്ചാമാരെ നിങ്ങൾക്കറിയാം എല്ലാ പ്രാവശ്യവും എക്സ്ചേഞ്ചബിൾ ആയിട്ടെന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ട് ഒരു അവതാർ സെറ്റാണ് മച്ചാമാരെ. അപ്പം ഇപ്പം ബിഗ് ടൈം ആയിട്ടുള്ള പെഡ്രിക്ക് വരും. നമുക്കറിയാം വാൻഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാൻഡിജിക്കൊക്കെ പോലെ കഴിഞ്ഞ പാക്കുകളിൽ നിന്നൊക്കെ വരാൻ ചാൻസ് നല്ല ഹൈ ഉണ്ട്. പിന്നെ മച്ചാമാരെ ഓൾറെഡി നിങ്ങളുണ്ടല്ലോ മച്ചാമാരെ, ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ആരും GP ഒന്നും വെറുതെ കളയരുത്. കാരണം അതുപോലെ മച്ചാമാരെ ഓൾറെഡി യുണൈറ്റഡ് ടീമിൻ്റെ ഒരു കോമാച്ച് ഉണ്ട്, അത് 19 മണിക്കൂറാണ്, അതും പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ കൈസ് നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ സമയം കിട്ടുന്ന സമയത്ത് GP ഒക്കെ കളക്ട് ചെയ്യാൻ വെക്കാം. കാരണം പറയാൻ പറ്റില്ല മച്ചാമാരെ, ഇവർ ബോക്സ് ട്രോ ഒന്നും അല്ല. ചിലപ്പോൾ GP വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇവരിപ്പോൾ എന്താ ചെയ്യാന്ന്. അപ്പോൾ GP വെച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ട് മച്ചാമാരെ. കാരണം നമുക്ക് എന്താ പറയുക, ഒന്നിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് ഈ GP ചിലപ്പോൾ തരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അത്ര ഇത് പറയുന്നില്ല, കൊനാമി ആണല്ലോ, GP വെച്ച് എന്തെങ്കിലും തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം വെറുതെ കളയണ്ട, എന്തായാലും നിങ്ങൾ കൂട്ടിയൊക്കെ വെക്കുക മച്ചാമാരെ. അപ്പോൾ അതുപോലെ തന്നെ ഗൈസ് നിങ്ങൾ കുറച്ച് പേര് ചോദിച്ചൊരു കാര്യമായിരുന്നു GPന്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു നിലവിൽ. അതുപോലെ തന്നെ അപ്ഡേറ്റ് കഴിയുമ്പോൾ കോയിൻ പോകാം. നിലവിൽ മച്ചാമാരെ കോയിൻ പോകാൻ വളരെ ചാൻസ് കുറവാണ്. കാരണം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ഇതേപോലെയായിരുന്നു. കാരണം എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ കോയിൻ സേവ് ചെയ്ത് വെച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ കുറേ പേരൊക്കെ നമ്മുടെ മെസ്സി നെയ്മർ പാക്ക് ഒക്കെ എടുത്തവരുണ്ട്. കാരണം ഞാനും ഓൾറെഡി അങ്ങനെയാണ് എടുത്തത്. അതായത് നമ്മുടെ ആ ഒരു ടൈമിൽ. അതുപോലെ തന്നെ മച്ചാമാരെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എത്ര കോയിൻ ആയിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി ഇന്നലെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ആ ഒരു ടൈപ്പിലാണ് കോയിൻ സേവ് ചെയ്തത്. 1.5 മാസം കൊണ്ടൊക്കെ
സുഖമായിട്ട് 2000 സംതിങ് കോയിൻ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മച്ചാമാരെ നിങ്ങൾക്കറിയാം ഇപ്പം ഈ ഒരു ഒറ്റ മാസത്തോടെ കഴിഞ്ഞാൽ നെയ്മർ, മെസ്സി, ഡ്രോപ്പ ഈ പാക്കുകളൊക്കെ നിലവിൽ വൈപ്പോട്ടോ എല്ലാം പോകും, പുതിയത് വരും. അപ്പം മച്ചാമാരെ നിലവിൽ നിങ്ങൾക്ക് നല്ല മെസ്സി പാക്കും നെയ്മർ പാക്കും ഉള്ളവരൊന്നും ഇനി അത് എടുക്കണ്ട. കാരണം നമുക്കറിയില്ല, കൊനാമി ചിലപ്പോൾ പുതിയ വേർഷൻ ടൈപ്പിൽ ഒന്നുകൂടെ ഇറക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ യമാലും സുവാരസിനാണ് ഹൈ ചാൻസ് കൂടുതൽ. കാരണം അവർ ഒരു നല്ല പാക്ക് ഇതുവരെ ഇറക്കിയിട്ടില്ല. അതായത് 100 എപ്പിക്ക് മാത്രം അല്ലാണ്ട് ഓൾറെഡി അങ്ങനെ ഒരു പാക്ക് ഇറക്കിയിട്ടില്ല. അപ്പോൾ മിക്കവാറും ഈ അംബാസഡേഴ്സ് കൂടിയത് കൊണ്ട് തന്നെ നല്ല പാക്കുകൾ വരാൻ നല്ല ടൈമുണ്ട്. അപ്പം മെക്കലയിലേക്ക് ഇനിയും വരുന്ന അപ്ഡേറ്റിലേ വരുള്ളൂ. അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നെയ്മറും മെസ്സി എടുത്തവരെ കൊണ്ട് കമൻറ്റ് ചെയ്യുക. നമുക്ക് കമൻറ്റ് സെക്ഷൻ നോക്കിയിട്ട് അന്ന് അത്രയും പേരുടെ കോയിൻ സേവ് ചെയ്യാലോ മച്ചാമാരെ. അപ്പോൾ കോയിൻ കളയാൻ വേണ്ടിയിട്ടല്ല, കോയിൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മച്ചാമാരെ. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മച്ചാമാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള മച്ചാമാരെ. അപ്പം നമ്മൾ ഓൾറെഡി രാത്രി ലൈവ് ഉണ്ട് 8 മണിക്ക്. അതുപോലെ തന്നെ നാളെ നമ്മൾ ലൈവ് ഉണ്ട്, പവർ ആക്കണം. നാളെ നമ്മൾ രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേനും ജോയിൻ ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ഒരു ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മച്ചാമാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.